പൊതുപ്രവർത്തന രംഗത്തെ ആദ്യ കളരിയായ വയനാടൻ മണ്ണിലേക്ക് സ്ഥാനാർത്ഥിയായി വരാൻ കഴിഞ്ഞത് ദൈവനിയോഗമെന്ന് വയനാട് NDA സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി വയനാടൻ മണ്ണിൽ നടപ്പിലാക്കുകയാണ് തന്നിൽ ഏൽപ്പിച്ച ദൗത്യം. സാധാരണക്കാരനായ തനിക്ക് ജനങ്ങൾക്കൊപ്പം നിന്ന് വയനാടൻ ജനതയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്നും കെ സുരേന്ദ്രൻ ഞാൻ സ്ഥാനാർത്ഥിക്കൊപ്പം പരിപാടിയിൽ പ്രതികരിച്ചു. കേരളത്തിലെ പ്രസ്റ്റീജ് മണ്ഡലമാണ് വയനാട്. ആ മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥിയായിരിക്കുന്നത് BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനെയാണ്. കെ സുരേന്ദ്രൻ നമ്മോട് ഇപ്പോൾ ചേരുകയാണ്. സുരേന്ദ്രേട്ട, രാഷ്ട്രീയ പോരാട്ടത്തിലെ ആദ്യ തട്ടം വയനാടായിരുന്നു. ആ വയനാട്ടിൽ തന്നെ മത്സരിക്കാൻ എത്തിയിരിക്കുന്നു. പാർട്ടി നിയോഗിച്ച ഈ ചുമതലയെ എങ്ങനെ നോക്കിക്കാണുന്നു? ഒരു ദൈവനിയോഗമായിട്ടാണ് ഞാൻ കാണുന്നത്. എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കുന്നത് ഞാൻ ഈ ജില്ലയിൽ നിന്നാണ്. ഇപ്പം ഇവിടെ തന്നെ എനിക്ക് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് രാഹുൽജിയെ നേരിടാനുള്ള ഒരു അവസരം തീർച്ചയായിട്ടും ഇത്തവണ ജനങ്ങൾ വലിയ തോതിൽ ഒന്നാമത്തെ കാര്യം രാഹുൽ ഗാന്ധി എല്ലാവരും മടുത്തു. നല്ല പ്രതീക്ഷ നൽകിയിട്ടാണ് അദ്ദേഹം ഇവിടെ ഇത്രയും വോട്ട് കിട്ടിയത്. അദ്ദേഹത്തെ സ്നേഹിക്കുന്ന പോലെ ഇവിടെ ആരും വേറെ ആരെയും സ്നേഹിച്ചിട്ടില്ല. അത്ര വലിയ ഭൂരിപക്ഷം കൊടുത്തു. ജനങ്ങൾ നല്ല ഹൃദയത്തിൽ അദ്ദേഹത്തിന് സ്ഥാനം കൊടുത്തു. പക്ഷെ അദ്ദേഹം പിന്നെ എന്താണ് ചെയ്തത്? നമ്മളെപ്പോഴും നമുക്ക് ഇത്രയും ജനപിന്തുണ കിട്ടുമ്പോൾ അതിന് തിരിച്ചൊരു കാര്യങ്ങൾ ചെയ്യണ്ടേ? അത് അദ്ദേഹം ചെയ്യാൻ തയ്യാറായില്ല. അദ്ദേഹം വയനാട്ടിലെ ജനങ്ങളോട് ഒരു നീതിയും പുലർത്തിയില്ല. ഒന്നും അദ്ദേഹം ചെയ്തില്ല. ഒരു കാര്യത്തിനും അദ്ദേഹം ഉണ്ടായില്ല. വയനാട് ഇപ്പോൾ ഒരു നാഥനില്ലാത്ത കളരിയാണ്. അതുകൊണ്ട് വയനാടിന് അവരുടെ കാര്യങ്ങൾ നോക്കാനുള്ള ഒരു സാധാരണ MPയെ വേണം. അല്ലാതെ ഇന്ത്യയിലും കാനഡയിലും ബ്രിട്ടനിലും ഐക്യരാഷ്ട്രസഭയുടെ മുമ്പിലൊക്കെ പോയിട്ട് ഇന്ത്യക്കെതിരെ പ്രസംഗിക്കുന്ന ഒരു MPയെ കൊണ്ട് കാര്യമില്ല. നമ്മുടെ നാട്ടിൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു MP വേണം. അതിന് ഇവിടെ ഇപ്പോൾ NDAയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഈ ഉള്ളവ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ജനങ്ങൾക്കറിയാം എന്താണ് ഒരു MPയുടെ ജോലി എന്നുള്ളത്. അത് ഭംഗിയായി നിർവഹിക്കാൻ, മോദിയുടെ വികസനം ഇവിടെ എത്തിക്കാൻ ജനങ്ങൾ എനിക്ക് വോട്ട്. വയനാട് നിരവധി പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ഈ മണ്ഡലം രൂപീകൃതമായത് മുതൽ തന്നെ കോൺഗ്രസ് ആയിരുന്നു ഇവിടെ, UDF ആയിരുന്നു ഇവിടെ ജയിച്ചിരുന്നത്. ഇക്കുറി കെ സുരേന്ദ്രൻ എന്ന സ്ഥാനാർത്ഥി വയനാട്ടിൽ നൽകുന്ന ഗ്യാരണ്ടി എന്താണ്? നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിയാണ് മെയിൻ. നരേന്ദ്രമോദിയുടെ ഒരു പടയാളിയാണ്. മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്ന വികസനം ഇവിടെ എത്തിക്കാനാണ് എൻ്റെ ജോലി. അത് പൂർണ്ണമായിട്ടും യാഥാർത്ഥ്യമാക്കാൻ കഴിയും. മോദി വിചാരിച്ചാൽ നടക്കാത്തതൊന്നുമില്ല. ഇപ്പോൾ വയനാട്ടിന് മോദിയുടെ സമ്മാനം ആവശ്യമുണ്ട്. മോദി വയനാടിനെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മോചിപ്പിക്കും. ഇവിടെ വികസനം കൊണ്ടുവരും. ഇവിടെ ആദിവാസികളും വനവാസികളും കർഷകരും കുടിയേറ്റക്കാരും പാവപ്പെട്ടവരാണ് കൂടുതൽ. അവരുടെ കൂടെ നിൽക്കാൻ രാഹുൽജിക്കോ നമ്മുടെ ആനി രാജയ്ക്കോ സാധിക്കില്ല. കാരണം അവരൊക്കെ വലിയ വലിയ ആൾക്കാരാണ്. നമ്മൾ ഈ ജനങ്ങളെയൊക്കെ വോട്ട് തേടണം, അവരെയൊക്കെ സംരക്ഷിക്കണം. അതിന് NDA പ്രതിജ്ഞാബദ്ധമാണ്. കേന്ദ്രം ഭരിക്കുന്നത് 2 തവണയായിട്ട് NDA മുന്നണിയാണ്. വയനാട്ടിലെ നിരവധി പ്രശ്നങ്ങൾ സഭയിൽ അവതരിപ്പിക്കുന്നതിൽ രാഹുൽ ഗാന്ധി തികഞ്ഞ പരാജയമായിരുന്നു. മൃഗീയ ഭൂരിപക്ഷം നൽകിയ 90-100 പ്രസംഗങ്ങളെ ഞാൻ നോക്കി. വയനാട്ടുകാരെ പറ്റി അദ്ദേഹം ഒന്നും മിണ്ടിയിട്ടില്ല. വയനാട്ടില് വന്യമൃഗങ്ങളെ പ്രശ്നമുണ്ട്, രാഹുൽജി എന്ത് ചെയ്തു? വയനാട്ടില് ഇവിടെ കാലാവസ്ഥയിലെ പ്രശ്നങ്ങളുണ്ട്, കൃഷിക്കാരുടെ പ്രശ്നങ്ങളുണ്ട്, ആദിവാസികൾക്ക് വലിയ പ്രശ്നങ്ങളുണ്ട്. അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ല. നല്ലൊരു ആശുപത്രി ഇല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇത്രയും പാവപ്പെട്ടവർ താമസിക്കുന്നിടത്ത് നല്ലൊരു ആശുപത്രി ഉണ്ടോ? നല്ലൊരു വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടോ? ഒരു 10 പേർക്ക് ഒരുമിച്ചിരുന്ന് തൊഴിലെടുക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനം ഉണ്ടോ? ഇവിടെ കൃഷി ധാരാളം, കാപ്പി, കുരുമുളക്, ഏലം, ചായ എല്ലാം പോയില്ലേ? മാത്രമല്ല ഇത്രയും നല്ല പ്രകൃതി കനിഞ്ഞ് അനുഗ്രഹിച്ച ഒരു നാട് വേറെ ഉണ്ട്. നമ്മൾ ടൂറിസം മേഖല ഒന്ന് നിങ്ങൾ നോക്കും. എന്തെല്ലാം രാഹുൽജിക്ക് ചെയ്യാമായിരുന്നു. അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ നമുക്കിതെല്ലാം ചെയ്യാൻ കഴിയുന്ന ഒരു MPയെ വേണം. ഞാൻ അതിന് സദാ സന്നദ്ധനാണ്. അതിന് ഞങ്ങൾക്ക് സാധിക്കും. കാരണം മോദി അവിടെ ഉണ്ട്. ഇന്ത്യ സഖ്യത്തിലെ 2 പ്രധാന താരങ്ങൾ ഇവിടെ ഒരുമിച്ച് മത്സരിക്കുകയാണ്, പരസ്പരം ഏറ്റുമുട്ടുകയാണ്. അപ്പോൾ ഇവർ ഉയർത്തുന്ന, അതായത് ഇന്ത്യ ഭരിക്കുമെന്ന് ഉയർത്തുന്ന മുന്നണിക്കുള്ളിലെ പരസ്പര ബന്ധമില്ലായ്മ ആനി രാജ മാഡം തന്നെ പറഞ്ഞല്ലോ, എന്തിനാണ് രാഹുൽജി ഇവിടെ വന്ന് മത്സരിക്കുന്നത്? അപ്പോൾ ഒരു സ്ഥാനാർത്ഥി തന്നെ ചോദിക്കുകയാണ്, ഏത് നമ്മുടെ നാട്ടിലെ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി തന്നെ പറയാണ്, നമ്മൾ രണ്ടുപേരും മുന്നണിയല്ലേ, എന്തിനാണ് നമ്മൾ തമ്മിൽ പരസ്പരം മത്സരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അത് എത്രമാത്രം അപ്രസക്തമായ ഒരു മത്സരമാണ് ഇവർ പരസ്പരം മത്സരിക്കുന്നത്. ഇവിടെ മത്സരം ഒന്നേ ഉള്ളൂ, IND മുന്നണിയും മോദിയുടെ മുന്നണിയും, സത്യത്തിന്റെ മുന്നണിയും കള്ളത്തിന്റെ മുന്നണിയും. ഞങ്ങൾ ജയിക്കും, അതിലൊരു സംശയം. ക്ലാസ് മണ്ഡലമാണ്. 100% ഇവിടെ ഞങ്ങൾ വിജയിക്കും. വെറുതെ വന്നതല്ല. ഇവിടുത്തെ ജനങ്ങളുടെ മനസ്സ് കീഴടക്കി ഇവിടുത്തെ MP ആയി തിരിച്ചു പോകാൻ ആണ് വന്നിരിക്കുന്നത്. തീർച്ചയായും അപ്പോൾ വളരെ വിജയപ്രതീക്ഷയോടുകൂടി തന്നെയാണ് കെ സുരേന്ദ്രന്റെ പ്രചരണം ആരംഭിച്ചിരിക്കുന്നത്. ഏതായാലും വലിയ വിജയപ്രതീക്ഷ തന്നെ കെ സുരേന്ദ്രൻ പങ്കുവെക്കുകയാണ്. അതിശക്തമായ പോരാട്ടം തന്നെ വയനാട് മണ്ഡലത്തിൽ നടക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വയനാട്ടിൽ നിന്നും രതീഷ് കുഞ്ചത്തൂർ, അമൃത ന്യൂസ്.